ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി കുബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി കുബൂസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അല്പം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അധികം തിളപ്പിച്ച വെള്ളം അതിന് യൂസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം കേട്ടോ ഇട്ടേക്കാൻ. അപ്പോൾ അതേ നമ്മുടെ ഈസ്റ്റൊക്കെ ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ 2.25 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പും പിന്നെ ഇതാ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2.25 കപ്പിന് 1 കപ്പ് റവ. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ഇത് മിക്സാക്കി നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായ ടെക്സ്ചറിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കുറേശ്ശെ ആയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഒലിവ് ഓയിൽ കൂടെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോ ഒക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത് ഒരു ക്ലീൻ റാപ്പ് ഇട്ട് ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ പൊന്തി നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു 6 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അധികം കുത്തി അമർത്താതെ നൈസായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസാക്കി നമുക്ക് കുബൂസൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം കുറച്ച് വലിയ ബോൾസാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ കുബൂസ് കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ മാവ് ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വലുപ്പമില്ലാതെ കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ ഇതുപോലെ എല്ലാ കുബൂസും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഓരോ കുബൂസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ തിരിച്ചും മറിച്ചിട്ട് നന്നായി ഒന്ന് ചുട്ടെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നന്നായി പൊന്തി വരാതിരിക്കും. അതുപോലെ ഓവർ ഹീറ്റ് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അതേ നമ്മുടെ കുബൂസൊക്കെ നന്നായി പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു തവി വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ പൊള്ളയ്ക്കാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ എല്ലാ കുബൂസും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ കുബൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വളരെ സോഫ്റ്റാണ് കേട്ടോ. നമുക്കിവിടെ കുബൂസ് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കോംബോ എന്ന് പറയുന്നത് ഹമ്മൂസും അതുപോലെ നമ്മുടെ മയണൈസുമാണ്. ഹമ്മൂസിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.